എങ്ങോട്ടാ ചീര ഈ തിരക്കിട്ടോടുന്നത്? ഞാൻ നമ്മുടെ ഉമ്മരഴി സ്കൂളിക്കാ പത്തനില്ലേ. ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ പോവുകയാണോ നീ? പഠിക്കാനൊന്നുമല്ല എന്റെ ചേട്ടാ, കുട്ടികളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാനോ? അതിന് നീ എപ്പോഴാ ചീരേ ടീച്ചറായേ? ഞാൻ ടീച്ചറൊന്നുമല്ല ചേമ്പേ, അവിടുത്തെ ടീച്ചർമാർ എന്നെ അങ്ങോട്ട് വിളിച്ചതാ, കുട്ടികളോട് നമ്മുടെ ഗുണങ്ങളെ കുറിച്ച് പറയാനായിട്ട്. എന്നാൽ പിന്നെ ഞങ്ങളും വരാം, ഞങ്ങൾക്കും അവരോട് കുറേ പറയാനുണ്ട്. മുരിങ്ങച്ചാരി നീയും വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അയ്യോ ഞാനില്ല, ഈ കർക്കിടക മാസത്തിൽ എന്നെ ആരും കൂട്ടാറില്ല. ആ കാര്യം ഞാൻ മറന്നു, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. ഇലക്കറികൾ കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് അവയുടെ പ്രാധാന്യവും കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി വിഭാഗം ഒരുക്കിയ ഒരു രസകരമായ പ്രവർത്തനമാണ് ലീഫ് ഡേ. ലീഫ് ഡേയുടെ ഭാഗമായി നടന്ന വിജ്ഞാനപ്രദവും രസകരവുമായ സംഭവങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കർക്കിടക മാസമായി കഴിഞ്ഞാൽ വറുതിയുടെ കാലമാണ് അല്ലേ. പഞ്ഞക്കർക്കിടം ദുർഘട മാസം എന്നൊക്കെ പറയും. 10 ഇലകളാണ് ഇവിടെ ഉള്ളത്. ഈ ഇലകൾ വെച്ചിട്ട് കറികളും തോരനൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു ആളുകൾ കഴിച്ചിരുന്നത്. ഇത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉള്ള ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ 10 ഇലകൾ. ഇത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്കണം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം.